ഇന്നത്തെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരൻ നടത്തിയ ഒരു പ്രസ്താവന, ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ രീതിയിലുണ്ടായ ഒരു പ്രസ്താവന ഉണ്ടാകുന്നത്. അന്നത്തെ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയും അടക്കം അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലൊരു പ്രയോഗമായിരുന്നു ഉണ്ടായത്. നാട് മുടിയും എന്നുള്ള പരാമർശിക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അതേ ആൾ തന്നെ ആരോഗ്യമന്ത്രി ആകുമ്പോഴാണ് വീണ്ടും ഒരു നിപ്പ രോഗബാധ ഉണ്ടാകുന്നത്. അതിൽ നമ്മളൊക്കെ വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് പ്രശ്നങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട്, ഇപ്പം നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട്. വൈറസൊക്കെ ചില പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഭരിക്കുന്നവര് പ്രശ്നക്കാരായതുകൊണ്ടാണ് ഇനിയിപ്പോ വന്നത് എന്നാണ് അന്ന് മുരളീധരൻ. അതെ അതെ, ഉമ്മൻചാണ്ടിയും കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടാകുമ്പോൾ ഈ ഒരു രോഗം ഉണ്ടായിട്ടില്ല. എറണംകട്ട ഒരു നാട് ഭരിക്കുമ്പോൾ ഈ ഒരു രോഗം വന്നു. അതെ അതെ, നിങ്ങൾ മീഡിയ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കുന്നത് നല്ലത്. ഞാനതൊന്നും ഇപ്പോൾ ഓർമ്മിച്ചിട്ടില്ല. കാരണം അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. ഞാനേതായാലും അതുപോലെ പറയാൻ തയ്യാറാവുന്നില്ല. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണമാണ്, ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും.